morning devotion. I'm forever yours. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ദൈവവചനത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. 91 സങ്കീർത്തനം പലരും കാണാതെ പഠിക്കുകയൊക്കെ ചെയ്യുന്ന സങ്കീർത്തനം. അവിടെ തന്നെ നമുക്ക് അനേക വാഗ്ദത്തങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദത്തമാണ്, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. ആരുടെ കൂടാരത്തില? അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന, സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്ന, യഹോവയെ കുറിച്ച് തന്റെ സങ്കേതവും കോട്ടയം എന്ന് പറയുന്നവനിൽ ഒരു അനർത്ഥവും ഭവിക്കത്തില്ല, ഒരു ബാധയും അവന്റെ കൂടാരത്തോട് അടുക്കത്തില്ല. ആരോടാ? അവന്റെ കൂടാരത്തോട്. അതായത് യേശുവിനെ അല്ലെങ്കിൽ യഹോവയെ ദൈവമെന്ന് വിശ്വസിക്കുന്ന അവന്റെ വീട്ടിൽ ഒരു ബാധയും അടുക്കത്തില്ല. കർത്താവിന്റെ നിഴലിൽ വസിക്കുന്നവന്റെ വീട്ടിൽ ഒരു ബാധയും അടുക്കത്തില്ല. ആമേൻ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, യേശുവിനെ കർത്താവായി സ്വീകരിച്ചവന്റെ വീട്ടിൽ ഒരു ബാധയും അടുക്കത്തില്ലെങ്കിൽ നിങ്ങൾ ഞാനും ആരാന്നറിയാമോ? യേശുവിന്റെ വീടാ, യേശുവിന്റെ മന്ദിരമാണ്, കർത്താവിന്റെ മന്ദിരമാണ്. വചനം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. അങ്ങനെ വിശ്വസിക്കുന്നവന്റെ മന്ദിരത്തിൽ ഒരു തിന്മയും ഭവിക്കത്തില്ല, ഒരു അനർത്ഥവും ഭവിക്കത്തില്ല, ഒരു ബാധയും അങ്ങോട്ട് അടുക്കത്തില്ലെങ്കിൽ നിങ്ങൾ ആരാണ്? ദൈവത്തിന്റെ ഭവനം, ദൈവത്തിന്റെ വീട്, ദൈവത്തിന്റെ മന്ദിരം, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ക്രിസ്തു മുഖാന്തരം ദൈവത്തിന്റെ മന്ദിരമാണ് നിങ്ങൾ ഞാനും. നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞേ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ മേൽ ദോഷം ഭവിക്കുക? എങ്ങനെയാണ് തിന്മ നിങ്ങളെ തൊടുക? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമല്ലേ. ഒരനർത്ഥവും നിങ്ങൾക്ക് ഭവിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ചുറ്റുപാടുകൾ കണ്ടു കഴിഞ്ഞാൽ നിരാശയുടെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ അവിടെ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇവിടെ ഇങ്ങനെ പ്രശ്നമുണ്ട്, എല്ലാം ശരിയാവുമോ, കുഴപ്പമാവുമോ, പ്രശ്നമാവുമോ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ മുമ്പിൽ ചോദ്യങ്ങളുടെ വലിയ കൂമ്പാരം കണ്ടേക്കാം. പക്ഷേ അതിനകത്തൊരു ഉറപ്പ്, ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്, ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്. ഒരു തിന്മയും ഒരു ദോഷവും എന്റെ മേൽ ഭവിക്കത്തില്ല എന്ന ബോധ്യത്തോടെ ഇന്ന് പകൽ നിങ്ങൾ കടന്നു പോകുന്ന സകല വഴികളിലും ഈ ബോധ്യത്തോടെ, യെസ്, ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്, ഒരനർത്ഥവും ഭവിക്കത്തില്ല, ഒരു ബാധയും എന്റെ കൂടാരത്തോട് അടുക്കത്തില്ല, ധൈര്യത്തോടെ. യെസ്, ഗോഡ് ബ്ലസ് യു. ആമേൻ.